ഇവിടെ തോമാച്ച 3 മാസം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പോവും. ആ പോവും. കളിക്കാടോ. പെണ്ണ് മേജറായി കഴിഞ്ഞാൽ കോടതി കണക്കെല്ലാം കൂടെ ചോദിക്കും. പ്രഥമ ദൃഷ്ടിയാനെ അഴിമതി അല്ലേടോ ലക്ഷക്കണക്കിന് രൂപയുടെ. ലക്ഷക്കണക്കിനല്ല, കോടിയുടെ അടുത്ത് വരും. ഈ കണക്ക് കോടതി പോയാൽ കൊടുക്കും. താനെന്നെ പൊളിപ്പിയ സിയക്കാരനാടോ. ഈ കാണുന്ന കാശക്കാരോട് വാങ്ങിയിട്ട് വിചാരിച്ചൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ലേ? കണക്ക് കൊണ്ട് കാണിക്കാവുന്ന അഭ്യാസങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഞാനെന്നല്ല, ചിത്രഗുപ്തം വിചാരിച്ചാലും തന്റെ കൊട്ടാരത്തിലെ കണക്ക് ടാലി ചെയ്യാൻ ഒക്കില്ല. ഷോ, തന്നോടൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ വേണ്ടി ആ ക്ലബിൽ വേണ്ട ഇവിടെ വരാൻ പറഞ്ഞത്. അപ്പൊ അയാളുടെ ഒരു വർത്തമാനം. എടോ, വേറെ വഴിയുണ്ടോ? താനെന്ന് സൂചിപ്പിച്ചതുപോലെ തന്റെ മോൻ സുധാകരനും ആ തമ്പുരാട്ടിക്കുട്ടിയായിട്ടുള്ള വിവാഹം നടത്തണം. ഓ, എവിടെ? ഇവിടെ 2 കൊല്ലം മുമ്പ് അവൻ ട്രൈ ചെയ്ത് ആകെ കുളവാക്കിയതല്ലേ. പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ശ്രമിച്ചു നോക്കണം. എടോ, ആ പെണ്ണിന് അവനെ തീരെ ഇഷ്ടമല്ല. പിന്നെ ഇനിയിപ്പോ ശ്രമിച്ച് 2 മാസം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ വല്ല വഴിയുണ്ടോ? ഒരു വഴിയുണ്ട്. മേജറായി കഴിഞ്ഞാലും പെണ്ണ് തന്റെ കയ്യിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക. അതെങ്ങനെ? കുറച്ചു കാലം കൂടി ഇദ്ദേഹത്തെ എനിക്ക് വിശ്വാസമാണ്. ഇദ്ദേഹം എന്റെ രക്ഷകർത്താവായി തുടരണമെന്ന് പെണ്ണങ്ങ് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേതായാലും നടക്കില്ല. മേജറാകുമ്പോൾ മരിച്ചുപോയ തമ്പുരാന്റെ ഒസ്യത്വം പ്രകാരം പെണ്ണിന്റെ കല്യാണം നടത്തണം. വന്നു കയറുന്നവൻ എത്രക്കാരനാണെന്ന് എങ്ങനെ അറിയും? പിന്നെ കാര്യത്തിലെടുക്കുമ്പോ മുറച്ചെറുക്കനുണ്ടല്ലോ രവിവർമ്മ, അയാളും ചാടി വീഴും. ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് അവൻ സൈലൻസില്ല. അവന്റെ ശബ്ദത്തെക്കാൾ കൂടുതൽ ആ സൈലൻസ് എന്നെ ഭയപ്പെടുത്തുന്നു. അതെന്തുമാകട്ടെ, നിയമപരമായിട്ട് അയക്ക് അവകാശമൊന്നുമില്ലല്ലോ. ലക്ഷ്മിക്ക് ഏതായാലും അയാൾ ഇട്ടുവല്ല. താൻ സുധാകരനെ വെച്ച് ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളി കളിക്ക്. അതും സക്സസ് ആയില്ലെങ്കിൽ ഞാനകത്ത്. മതി അങ്കിൾ. കഴിക്കൂട്ടി. അയ്യോ, എനിക്ക് മതി. പോരാ, നോക്കി ഈടെയായിട്ടേ നല്ല ക്ഷീണമുണ്ട്. ഇല്ല ജാനുവമ്മേ? അത്ര ക്ഷീണമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഓടക്കുറവാന്ന് കൂടി കൂട്ടിക്കോളൂ. സുധാരൻ വന്ന് കാണുമ്പോഴേ അവൻ എന്നോടെ പിണങ്ങൂ. മോളുടെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയാവന്. സുധാകരനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാ ഒരു കാര്യം ഓർത്തത്. അവനിപ്പോ എവിടെയാണെന്ന് അറിയാവോ? അറിയില്ല. അയ്യോ, നിങ്ങളോടല്ല പറഞ്ഞത്. അവന്റെ കത്തുണ്ടായിരുന്നു. അവൻ മൂകാംബിയിൽ ഭജന വിരിക്കുക. ജാനുവമ്മ ഇപ്പൊ എന്തെങ്കിലും കാണിച്ചായിരുന്നോ? ഇല്ല. കാണിക്കണോ? വേണ്ട. ഭജന വിരിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അറിയാവോ? അതല്ലേ അതിന്റെ രസം. മോക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? 2-3 മാസം കൂടി കഴിയുമ്പോ മോള് മേജറാകുകയല്ലേ. സ്വന്തമായിട്ട് ജീവിതമൊക്കെ തുടങ്ങുമ്പോ ആത്മമൂലം കൊടുക്കണേന്ന് ദേവോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞത്. മോളെ കൂടി കൊണ്ടുപോകണമെന്ന് അവനുണ്ടായിരുന്നു. 2-3 മാസം കൂടി കഴിയുമ്പോ നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ, അല്ലേ? പ്രസാദം കുങ്കുമം ഒക്കെ അവൻ കൊണ്ടുവരും. അയ്യോ, മോളെന്താന്ന് കഴിക്കാത്ത? എനിക്ക് വിശപ്പില്ല. അയ്യോ, അത് പറഞ്ഞാൽ പറ്റത്തില്ല. മോളെ ഒരു ഇഡലി കഴിക്കേ. മോളെ ഒരു ഒറ്റ ഇഡലി. മോളെ, മോളെ, മോളെന്തിനാ വിഷമിക്കുന്നത്? ഇത് മോളുടെ കൊട്ടാരം. മോക്ക് ഇഷ്ടമല്ലാത്തവരെ വരണ്ടാന്ന് പറയണം. ഞാനതെങ്ങനെയാ അങ്കിളിനോട് പറയാ? സുധാകരന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാ. ആരാടായവൻ? ഭക്തകുചേലനോ അതോ ഭക്ത മാർക്കണ്ഡേയനോ? സന്തോഷമായോ? കൂടുതൽ വല്ലതും വേണോ? വേണ്ട, നന്നായി വരട്ടെ. അയ്യോ, തളാങ്കുതരകിടതോ, ഇത് സുധാകരനല്ലേ? സുധാര, ഇതെന്ത് കോലം? നിനക്കിതെന്ത് പറ്റി? ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ മൂകാംബികയിൽ ഭജനം ഇരിക്കുകയായിരുന്നു. നീയോ? എന്തരിന്? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ഇതിനു മുമ്പ് പ്രവേശിച്ചതൊക്കെയോ? അത് വല്ലതൊരു പ്രവേശനമാണോടോ നടനം? ഇനിയല്ലേ ശരിയായ പ്രവേശനം. ഞാൻ ലക്ഷ്മിയെ അച്ഛനൊക്കെ ഒന്ന് കാണട്ടെ. പ്രസാദം തരാൻ കേട്ടോ. 3 മാസം കൂടിയേ ഉള്ളൂ തമ്പുരാട്ടി മേജറാകാൻ. ഗൃഹസ്ഥാശ്രമികൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എന്റെ കാര്യം
തളാങ്ക തരികടതോ വൃത്തികെട്ടവൻ. അച്ഛാ, നീ വരുന്ന വണ്ടി കൃത്യമായിട്ടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജയ് മൂകാംബികേ. ഇങ്ങനെ വിളിക്കുന്ന പോലെ വിളിക്കാടാ, വല്ലവരും കേക്കും. ജയ് മൂകാംബിക. ജയ് മൂകാംബിക. ആരാണ്ട് വരുന്നുണ്ടാ. എന്റെ ഗുരുവായൂരപ്പ. ജയ് മൂകാംബിക. ലക്ഷ്മി എവിടെ ജാനു അമ്മേ? ഞാൻ വന്നെന്ന് പറയൂ. പറയാം. ആ, നീ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, കുളിക്കാൻ നിനക്കോ മറ്റോ ചെയ്യേ. ഓ രാവിലെ ഹോട്ടലിൽ നിന്ന് കുളിയുന്നതിനെ കഴിഞ്ഞാൽ ഈ കോലം കെട്ടിയത്. അല്പം ഓവറാണ് മോനെ നിന്റെ ഈ കോലം. അച്ഛാ ഒരു സൈസ് മറ്റേ വർത്താനം പറഞ്ഞോളല്ലോ. തന്തയാണെന്ന് ഞാൻ വിചാരിക്കല. ഡാ, ഓ മനുഷ്യനെ പിടിച്ചോ കോലം കെട്ടിച്ചിട്ട്. നിർത്ത്, വല്ലവരും കേൾക്കും. നീ ആ പെണ്ണിന്റെ റൂമിലേക്ക് ചെല്ലേ. ആ, കുഞ്ഞേ, ആ ജന്തു വന്നിട്ടുണ്ട്. ആര്? സുധാകരൻ. ആ. എന്റെ ജാനുമ്മേ, എനിക്ക് വയ്യ. എങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നേ? അവൻ വന്നേച്ച് പൊയ്ക്കോളും. കള്ളൻ മൂവാമ്പിന്നുള്ള വരവാ. വന്നാ പോകത്തില്ല. അതും ഇതൊക്കെ പറഞ്ഞിരിക്കും. അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ആ വിഷ്ണുവിനെ ഇങ്ങോട്ട് വിളിക്കാം. പാട്ട് പഠിക്കാനുണ്ടെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഒഴിയല്ലോ, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. ആ വേഗം വിളിപ്പിക്കാം. പായസം ഞാൻ പിന്നെ കഴിച്ചോളാം. മൂകാംബികല്ലേ? ഞാനും പിന്നെ കഴിച്ചോളാം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കൂ സുധിയേട്ടാ, ഇരിക്കൂ. എന്താ വിളിച്ചത്? സുധിയേട്ടൻ. ആശ്വാസമായി. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോ എന്നെ എന്താണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക്? ഇറങ്ങടാ പട്ടി ഇവിടുന്ന്. ലക്ഷ്മി, ലക്ഷ്മി പ്ലീസ് ശബ്ദം ഉണ്ടാക്കരുത്. മിണ്ടി പോരുത്. എടാ ജനമേ, ഐ എം സോറി. മാറ് അങ്ങോട്ട്. കുഞ്ഞേ, ജാനുമ്മേ, ഇവൻ എന്നെ. ജനമേ, ഞാനൊരു കളിതമാശ കാണിച്ചതല്ലേ. എടാ ഇരുട്ടു വാക്കിന് കൊച്ചു പെമ്പിള്ളേരെ മുറി കയറി അവരുടെ തുണി വലിച്ച് കീറുന്നാണോ നിന്റെ കളി തമാശ? നിന്നെ ഇന്ന് ഞാൻ. ലക്ഷ്മി അതൊന്നും മനസ്സിലിട്ടില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. സുധിയേട്ടനോ? ഞാനത് അപ്പോഴേ മറന്നു. ലക്ഷ്മി മറന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെ അല്ലേ? അതേന്നെ. ഓ അത് മതി. മൂകാംബികയിൽ ഭജന ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായി. ലക്ഷ്മി എല്ലാം എന്നോട് ക്ഷമിച്ചെന്ന്. ലക്ഷ്മിയോട് ക്ഷമ ചോദിക്കുന്ന പോലെയാ ഞാൻ അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചത്. ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാം കൂടിയതാണല്ലോ മൂകാംബിക. ആ നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയൊക്കെ പോകേണ്ടതല്ലേ? അതെന്തിനാ? അതൊക്കെ ഉണ്ട്. ആ അവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാന്ന് ചോദിച്ചാല്, രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് സൗപർണയിൽ പോയി കുളിച്ച് അമ്പലത്തിന് നടയിലോട്ട് വന്ന് കണ്ണു അടച്ച ഒറ്റ ഇരുപ്പാ. മനസ്സിൽ ദേവി, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന അക്ഷരലക്ഷങ്ങൾ ജപിക്കും. അങ്ങനെ ജപിച്ച് ജപിച്ച് അങ്ങ് പരബ്രഹ്മത്തിൽ ലയിക്കും. പക്ഷേ ഇടയ്ക്ക് മനസ്സൊന്ന് ചഞ്ചലപ്പെട്ട് കേട്ടോ. ചില സമയത്ത് സരസ്വതിയുടെയും പാർവതിയുടെയും ഭാവങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് ലക്ഷ്മി ദേവി മാത്രം മുന്നിൽ വരും. പിന്നെ ആ ലക്ഷ്മിക്ക് രൂപം ഉണ്ടാകും. ആ രൂപം ഈ ലക്ഷ്മിയുടെ. തന്നാരടോ? അയ്യോ പറയാൻ മറന്നു. ഇതെന്റെ പാട്ട് സാറാ. വിഷ്ണു. വിഷ്ണു വിഷ്ണു, ഇത് അങ്കിളിന്റെ മകനാ, സുധിയേട്ടൻ. അറിയാം, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. തനിക്ക് എങ്ങനെ എന്നെ അറിയാം? നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാ ഞാനല്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. അല്ല അല്ല, അത് സാറ് തന്നെയാ, എന്റെ മുമ്പിലുണ്ട്. അല്ല അന്ന് ആ കാറില് 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 എവിടെ വെച്ച? കാറിന്റെ അകത്ത് വെച്ച്. ഏത് കാറില്? സാർ എന്നാ മൂവാമ്പി ഒന്നില്ലായിരുന്നോ? അന്ന് തൊഴാൻ വന്നു. ആ ശരി ശരിയാ. ഞാനേ എന്റെ ഫ്രണ്ടിന്റെ കാറിലാണ് മൂകാംബിയെ പോയത്. ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ സാറിനെ കണ്ടു. നിങ്ങളെ പാട്ട് പഠി, പാട്ട് പഠി, കുട്ടിയെ പഠി. ഇല്ലില്ല, പാട്ടില്ല, എന്റെ ത്രോട്ട് അത്ര ശരിയല്ല. അല്ല പാടി പാടി ശരിയായി.
പാടുമ്പോ ശരിയാവും. സാറേ സാറിന്റെ പ്രസാദം. അതെ വേണ്ട വേണ്ട, അത് നിങ്ങൾക്ക് കൊള്ളാം. കലാകാരന്മാർക്ക് തോട്ടുന്നതല്ല. കടുവയെ പിടിക്കുന്ന കിടുവയോ? താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. ഇതെന്റെ കടമയല്ലേ തമ്പുരാട്ടി? എന്തായാലും വിഷ്ണുവിനെ കണ്ട് പേടിച്ചത്? അത് പിന്നെ ഞങ്ങളൊരു വല്ലാത്ത സ്ഥലത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്തു. വല്ലാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും. പറയാൻ കൊള്ളാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും പറയാൻ പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം തമ്പുരാട്ടി അതറിയണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം. വിഷ്ണു, വിഷ്ണു, ഹലോ വിഷ്ണു ബായ്. ഇതാര് സുധാകർ സാറോ? എടോ, ഒറ്റയ്ക്കൊരു കമ്പനി ഇല്ലാതെ എങ്ങനെ ഇതിനകത്ത് കഴിച്ചു കൂട്ടുന്നതോ? നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ? എനിക്ക് തന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു, അതാ ഞാൻ വന്നേ. ഇവിടെ വെച്ച് കണ്ടപ്പോഴോ അതോ അവിടെ വെച്ച് കണ്ടപ്പോഴോ? ഓടാ കാണാ. സാർ പറഞ്ഞു. ഇരിക്കണം സാർ. എടോ, നമുക്കൊന്നൊന്ന് കൂടിക്കളയാം. അയ്യോ, ഞാൻ മദ്യപിക്കാറില്ല. അത് കള. താൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞത് കള്ളം. സത്യമായിട്ടും. ഓഹോ, അപ്പൊ പിന്നെ തനിക്ക് എന്തിലാ ഇൻട്രസ്റ്റ്? അത്താഴ പ്രശ്നിക്കാനാ സാറേ. വല്ലോം 2 സംഗീതം പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിന്റെ കണ്ണൊന്ന് തെളിയിക്കണം. എനിക്കും പിഴയ്ക്കണം, അത്രേ ഉള്ളൂ. ആ, അതൊക്കെ പോട്ടെ. എനിക്ക് തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ സാർ? പലയിടത്ത് വെച്ചും പല മോശപ്പെട്ട സിറ്റുവേഷനിലും ചിലപ്പോ പല പെമ്പിള്ളേരുടെ കൂടെയും തന്നെ ഇനിയും കണ്ടത് വരും. അതൊന്നും ഇവിടെ പറഞ്ഞ് നാറ്റിക്കാതിരിക്കുക. ഇത്രയും റിക്വസ്റ്റ് മനസ്സിലായോ? ഇനിയും ഉണ്ട്. ആ ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം തനിക്കറിയാമല്ലോ. അവളുടെ മുമ്പിലും എന്റെ ഇമേജ് മോശമാക്കരുത്. ഇനി അതല്ല, അങ്ങനെ ചെയ്തേ അടങ്ങുമെങ്കിൽ ഞാൻ മഹ ചേറ്റയാ, തെണ്ടിയാ, അലവലാതിയാ. വെറുതെ തടി വിടക്കാക്കൾ എന്റെ വിഷ്ണു. സുധാര, സുധാര, ഇവന്റെ പോത്തിന് സ്വഭാവം ഇനിയും വിട്ടുമാറിയിട്ടില്ലേ? എന്തൊക്കെ വാടായത്? ഇവന് കഥ തുറന്നിട്ട് എവിടെ പോയി? സുധേ, ചേടാ, ഇവന്റെ വെട്ടിപ്രമാണമൊക്കെ എവിടെ പോയി? മോനെ സുധേ. പ്രിയപ്പെട്ട അച്ഛന്, എനിക്ക് ഈ നാടകം കളിക്കാൻ വയ്യ. അച്ഛന്റെ ഇമേജ് രക്ഷിക്കണമെങ്കിൽ വേറെ വഴി നോക്ക്. ഇനി ലക്ഷ്മി തമ്പുരാട്ടിയല്ല, ക്ലിയോപാട്ര ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ചില ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. ആ ലിമിറ്റ്സ് ഒക്കെ താണ്ടി ഞാൻ പോകുന്നു. ഗുഡ് ബൈ. തമ്പുരാട്ടി അങ്ങനെ ശരിക്കും പറഞ്ഞ വല്യമ്മേ? നിന്റെ വല്യമ്മ ആവാനുള്ള പ്രായമൊന്നും എനിക്കില്ല. വല്യമ്മല്ല, അമ്മ. അമ്മ സാധാരണ സുധാരം വന്നാ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടേ പോവാറുള്ളൂ. ഇത്തവണ അത് ഉണ്ടായില്ല. അതെ, നിന്റെ സാമർത്ഥ്യം എന്നാ തമ്പുരാട്ടി പറയുന്നത്. അയ്യോ, ഇനി ഇതേപോലെ എത്രയോ സാമർത്ഥ്യങ്ങൾ കാണാൻ കിടക്കുന്നു. ആ, നീ വലിയ സാമർത്ഥ്യം ഒന്നും കാണിക്കണ്ട. മര്യാദയ്ക്ക് സംഗീതം കൊണ്ട് പഠിപ്പിച്ചാ മതി. അത് പിന്നെ അത്രയല്ലേ ഉള്ളൂ. ഇത്തിരി നൃത്തം, ഇത്തിരി സംഗീതം. കല്യാണത്തിന് മുമ്പ് അരങ്ങേറ്റം കൂടി നടത്തി കാണുന്ന എന്റെ ആഗ്രഹം. അതിന് നീ ഒന്ന് ഉത്സാഹിച്ച് പിടിക്കണം. ഉത്സാഹിക്കാം. അപ്പോ 2-3 മാസം കഴിഞ്ഞാൽ റിസീവർ ഒക്കെ പോയിക്കോളൂന്നല്ലേ? പിന്നെ പോകാണ്ട് അയാളെന്താ കല്യാണം കഴിച്ച് ഇവിടെ കുടിപാർക്കാനാ? അല്ല, കല്യാണം കഴിച്ച് ലക്ഷ്മി തമ്പുരാട്ടി വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ്. അല്ല, വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ്. വേറെ ഒരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് നിനക്ക് എന്താണ് വേണ്ടത്? കുരുത്തം കെട്ടവനെ അനാവശ്യം പറയുന്നു. അയ്യോ, അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. തമ്പുരാട്ടിക്ക് മനസ്സിൽ പിടിച്ചു പോയ കരവഴുവായിട്ട് എനിക്ക് കുറച്ച് ഭൂമി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞു പോയതാ. ഇത്രേ ഉള്ളോ? ആഹാ, ഇവിടെ കരം കൊടുത്ത് മുടിഞ്ഞിരിക്കുക. പിന്നെയാണ് നിനക്ക് കരമൊഴിവായിട്ട് ഭൂമി. അമ്മ, ഞാൻ ഒന്ന് പറയുന്നു കേൾക്കണേ. അല്ല, കുറെ നേരമായല്ലോ എന്റെ പുറകെ നടന്ന് ചിണുങ്ങുന്നു. എന്താ കാര്യം? അല്ല, നമുക്ക് അരങ്ങേറ്റം നടത്തണ്ടേ? നടത്തണം. അതിനൊരു ദൈവാനുഗ്രഹം ഒക്കെ വേണ്ടേ? വേണം. നിനക്ക് എന്ത് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാ തെണ്ടി നീ ഇവിടെ വന്നത്? ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാ ആ കുഞ്ഞി വലിയ കുടുംബത്തിൽ ഒന്ന് പറഞ്ഞത്. മാറാങ്ങോട്ട്. അതല്ലമ്മേ, എന്നാലും ഒരു ദേവീ സന്നിധി പോയി എനിക്കൊരു ദക്ഷിണ, അത് ഒരൊറ്റ രൂപ മതി. പുറത്തോ? അത് നടക്കത്തില്ല. കൊച്ചിനെ പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, അതല്ല, അതിവിടുത്തെ റൂളാ. ഞാൻ പറയുന്നു. തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടത്? 1 വെള്ളി രൂപ. അത് ഞാൻ തരാം. പിന്നെ ദേവി, അതിവിടെ പരദേവതയുണ്ട്, പോയി തൊഴുതോ. മാറങ്ങോട്ട്. അമ്മ, ഈ പരദേവത എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ലൊക്കാലിറ്റി മാത്രം ഒതുങ്ങിക്കുന്നല്ലേ? സംഗീതം എന്ന് പറഞ്ഞാൽ
അതിങ്ങനെ പരന്ന് 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 അതിനൊരു ലോക്കൽ ദേവി എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ജാനുമ്മേ, ഉം, അരങ്ങേറ്റം നടത്തണമെങ്കിലേ എല്ലാം ഭംഗിയായിട്ട് പഠിക്കണ്ടേ? പഠിക്കണം. പഠിച്ചോ? അതിനല്ലേ ചെല്ലും ചെലവും കൊടുത്ത് അവനെ അവിടെ താമസിപ്പിച്ചിരിക്കുന്ന. അതല്ല, അതിനൊക്കെ ഒരു ഗുരുത്വവും ദൈവാനുഗ്രഹമൊക്കെ വേണ്ടേ? വേണമല്ലോ. അത് കുഞ്ഞിന് ധാരാളം ഉണ്ടല്ലോ. ഉണ്ട്. എന്നാലും ആ വിഷ്ണുവിനൊരു ഗുരുദക്ഷിണ കൊടുക്കണ്ടേ? എട കള്ള തിരുമാലി, അവൻ എന്നോട് പറയുന്നതിന് മുമ്പേ അതിവിടെ പറഞ്ഞോ? അവനെ ഞാനിന്ന് കൊല്ലും. വേണ്ട ജാനുമ്മേ, എന്റെ ഒരു ആശയാ. എത്ര കാലം എന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് വളർത്തുക? എന്റെ പൊന്നു മോളെ, വേണ്ട. ആ റിസീവർ അറിഞ്ഞാ കൊല്ലും. മോളെയല്ല, എന്നെ. അങ്കിൾ അറിയില്ലെന്നേ. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? നല്ല ദിവസാന്നാ വിഷ്ണു പറഞ്ഞേ. തന്നെയുമല്ല, വൈകുന്നേരമായ റിസീവ് സാർ അക്കൗണ്ടന്റ് എടുത്ത് പോവല്ലോ. എടാ വിഷ്ണുവിനെ ഒന്നും പറയല്ലേ ജാനുമ്മേ, നമുക്ക് പുറത്തു പോവാം. കുഞ്ഞേ, പ്ലീസ്. ആ മറ്റു രണ്ട് കുരങ്ങന്മാരില്ലേ ഇവിടെ? നടനും ശേഷപ്പനും അവന്മാരെ എങ്ങനെ ഒതുക്കും? എങ്ങനെ ഒതുക്കൂടെ കുരങ്ങ? അതൊക്കെ ഞാൻ ഒതുക്കി